അതെ, വീണ്ടും വയനാട് തന്നെയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നാണ് KPCC പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും ഒക്കെ വിശദമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് കണക്കുകൾ പറയാം. ഒന്ന്, യൂത്ത് കോൺഗ്രസ് ആകെ പണം പിരിച്ചത്, അത് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് പിരിച്ചിട്ടില്ല, ഒരുപാട് ചലഞ്ചുകൾ വഴി പിരിച്ചത് 1,05,00,000 രൂപ. KPCC ആപ്പ് വഴി പിരിച്ചത് ഏതാണ്ട് 4,33,00,000 രൂപ. മൊത്തത്തിൽ 5,38,21,632 രൂപയാണ് KPCCയും യൂത്ത് കോൺഗ്രസും കൂടെ ചേർന്ന് പിരിച്ചത്. ഇനി ഈ ആപ്പുകളുടെ നിർമ്മാണവും ചെലവും അത്തരം കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് 9,30,30,000 രൂപ ചിലവായിട്ടുണ്ട്. ഒന്നാം ഘട്ട ഭൂമി ഏറ്റെടുക്കലും രജിസ്ട്രേഷനും വേണ്ടിയിട്ട് 3,68,36,385 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഇനി 1,60,55,247 ഉണ്ട്. രണ്ടാം ഘട്ട ഭൂമിയുടെ വില 2,50,30,212 രൂപയാണ്. അപ്പോൾ ആകെ ചെലവ് 6,27,96,597 രൂപയാണ്. രജിസ്ട്രേഷൻ അടക്കമുള്ള ചിലവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് ചിലവായതെന്നും ഇത്രയുമാണ് പിരിച്ചതെന്നും പറഞ്ഞ് കണക്കാകെ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ സംവാദമുങ്ങിയായ ശ്രീ പിണറായി വിജയൻ്റെ പാർട്ടിക്കാർ ഒരു പുതിയ സ്ക്രീൻഷോട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ആപ്പ് വഴി പിരിച്ചത് 54,49,78,056 രൂപയാണത്രേ. ഈ ഒരു സ്ക്രീൻഷോട്ട് കേരളത്തിൽ വ്യാപകമായി CPMൻ്റെ സൈബർ സ്പേസ് പ്രചരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്ത് വൃത്തികേടും എത്ര ഹീനമായ മാർഗവും ഒക്കെ പ്രചരിപ്പിക്കാനായിട്ട് വലിയ മിഷണറി ഉള്ള ആളുകൾക്ക് ഇത് പ്രചരിപ്പിക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും KPCC പ്രസിഡന്റ് അത് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി തിരിച്ച് ഒരു വെല്ലുവിളി സംവാദം മുങ്ങിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് പറയുന്നു. കേരള പോലീസ് ഇപ്പോഴും അങ്ങയുടെ നിയന്ത്രണത്തിൽ തന്നെയാണല്ലോ. നിങ്ങളുടെ പാർട്ടിക്കാർ പറയുന്നത് പോലെ 54,49,78,056 രൂപയാണ് ആപ്പ് മുഖേന കോൺഗ്രസ് പിരിച്ചതെങ്കിൽ കേരള പോലീസ് വിചാരിച്ചാൽ 5 മിനിറ്റ് വേണ്ട എത്ര രൂപ പിരിച്ചു എന്ന് കണ്ടെത്താൻ. കാരണം ആപ്പിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് എത്ര വന്നു എളുപ്പം കണ്ടുപിടിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തരാം. ഈ പണം എത്ര രൂപ പിരിച്ചു എന്ന് വെച്ചിട്ട് സംവാദം മുങ്ങിയായ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിട്ടേക്കും. അദ്ദേഹവുമായിട്ട് നിങ്ങൾ സംവാദം വേണ്ട. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനുമായിട്ടെങ്കിലും സംവാദത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാണോ? ഒന്ന്. രണ്ട്, ഞങ്ങളുടെ സുതാര്യമായ കണക്കുകൾ പറഞ്ഞു. ഇനി നിങ്ങൾ പറയണം 20 കോടി രൂപ DYFI പിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് 5 കോടിയെ കോൺഗ്രസ് പിരിച്ചുള്ളേ എന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദിക്കാനായിട്ടുള്ളത്, ഇന്ത്യ മുഴുവൻ CPM പിരിച്ചത് ആകെ 90 ലക്ഷമാണ്. അപ്പോൾ ചോദിക്കും DYFI 20 കോടി പിരിച്ചില്ലേ എന്ന്. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് പിരിച്ചു, യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ ലീഗാണ് ആദ്യം ഫണ്ട് കളക്ഷൻ ആരംഭിച്ചത്. ഏതാണ്ട് 36 കോടി രൂപയാണ് ലീഗ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് സംഭാവനയായി പിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 40 കോടിക്ക് മുകളിലാണ് UDF എന്ന നിലയിൽ ഞങ്ങൾ പിരിച്ചിരിക്കുന്നത്. മാത്രമല്ല 200 വീടാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി തിരിച്ചുള്ള ചോദ്യം, 20 കോടി എന്ന DYFIയുടെ കണക്കിനെ പറ്റിയിട്ടുള്ള സുതാര്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ പുറത്തുവിടാമോ? നിങ്ങൾ പറയുന്നു ഒരാളിൽ നിന്നും പണം പറ്റിയിട്ടില്ല എന്ന്. വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഒരാളിൽ നിന്ന് പോലും പണം നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന്. നിങ്ങൾ പറയുന്നത് കേരളം മുഴുവൻ ആക്രി വിറ്റും പേപ്പർ വിറ്റിട്ടുമൊക്കെയാണ് നിങ്ങൾ ഈ പണം കണ്ടെത്തിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ DYFIയെ വെല്ലുവിളിക്കുന്നു, സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ആ കണക്ക് പുറത്തേക്ക് വിടൂ. ഏത് ആക്രി കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ ആക്രി വിറ്റത്? അതല്ലെങ്കിൽ ഏത് പത്രക്കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ പത്രം വിറ്റത്? അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ നിയോജക മണ്ഡലം തിരിച്ചിട്ടുള്ളത് വളരെ എളുപ്പം കിട്ടാമല്ലോ. എവിടെയാണ് വിറ്റിട്ടുള്ളത്, ആർക്കാണ് വിറ്റത്, അതിൻ്റെ റെസിപ്റ്റ്, ഇതടക്കമുള്ള സുതാര്യമായ കണക്ക് വയ്ക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സർക്കാരിനെ പോലെ, സർക്കാർ ഊരാളുങ്കലിനെ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ തന്നെ മൃതശരീരങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന, മൃതശരീരത്തെ കൊള്ളയടിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്, സർക്കാർ എത്ര വെട്ടിച്ചു, DYFI എത്ര വെട്ടിച്ചു. എന്താ അല്ലേ, UDFിൻ്റെ ഒരു വജ്രായുധം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. പക്ഷേ അത് ഈ ഒരു പ്രസ്ഥാനത്തിന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് ഒരു നിരാശ തോന്നുന്നല്ലേ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇലക്ഷന് പാലക്കാട് രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചേനെ അല്ലേ. ഈ ഇലക്ഷന് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായതും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി കാരണം. അപ്പം ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയങ്ങളിൽ രാഹുലിൻ്റെ ഒരു 3-4 വീഡിയോ നമ്മൾ കണ്ടതാണ്. കാരണം അവസാന നിമിഷം കൊണ്ട് ഇട്ടിട്ടില്ല മൂട്ടിൽ തീയിടുവെന്നൊക്കെ പറയുമല്ലോ, അതുപോലെയായിരുന്നു അല്ലേ. അപ്പം ഞാൻ അവിടെ ഒരു പോസ്റ്റ് വായിക്കാം. അപ്പം രാഹുൽ മാങ്കൂട്ടം സഖാക്കളുടെ കണക്കുകളെല്ലാം പൊളിച്ചടുക്കി മൂട്ടിൽ തീയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേക്കുക. വയനാട്ടിലെ കണക്ക് ചോദിച്ചിട്ട് ഉത്തരമില്ല, അതിൻ്റെ കൂടെ DYFI പിരിച്ച കണക്കും വ്യക്തമാക്കാമോ എന്ന് രാഹുൽ CPMകാരെ വെല്ലുവിളിക്കുന്നുണ്ട്. കോൺഗ്രസ് പിരിച്ചതൊക്കെ KPCC പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞതിൻ്റെ കൂടെ രാഹുലും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ ഏതെങ്കിലും സഖാവിനോ രാഹുൽ ചോദിച്ച വയനാട്ടിലെ കണക്കോ DYFI
പിരിച്ച കണക്കോ പബ്ലിക്കായി വന്ന് വ്യക്തമാക്കാൻ ധൈര്യമുണ്ടോ? ഇത്രയൊക്കെ ആയിട്ടും ഈ UDF പ്രസ്ഥാനത്തിൽ ഒരാൾ പോലും ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നയോ ഇതുപോലുള്ള കണക്കിനെ പറ്റിയിട്ട് ഇത്ര കൃത്യവും വ്യക്തവുമായിട്ട് അവതരിപ്പിക്കുന്നയോ ഞാൻ കണ്ടില്ല, ഇല്ലേ? നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, UDF ഒരു വജ്രായുധം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി. പറയേണ്ട സമയത്ത് നല്ല കൃത്യവും വ്യക്തവുമായിട്ട് തന്നെ പുള്ളി പറയുന്നുണ്ട്. മത്സരിക്കുന്ന രാഹുലിനെ സഖാക്കൾ ഒരു മണ്ഡലത്തിൽ പേടിച്ചാൽ മതി. മത്സരിക്കാത്ത രാഹുലിനെ 140 മണ്ഡലങ്ങളിലും സഖാക്കൾ പേടിക്കണം. തളർത്താനായിട്ടില്ല, പിന്നെ അല്ലേ തകർക്കാൻ. അപ്പം ഒരു പോസ്റ്റ് കൂടെ ഞാൻ ഇവിടെ വായിക്കാം. കോൺഗ്രസ് പിരിച്ച കണക്കൊക്കെ KPCC പ്രസിഡന്റ് തന്നെ പബ്ലിക്കായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വയനാട്ടിലേക്ക് പിരിച്ചു കിട്ടിയ 778 കോടിയുടെ കണക്ക് ഇതുപോലെ വന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് പറ്റുമോ? രാഹുൽ മാങ്കൂട്ടം ഈ കാര്യം ചോദിച്ചിട്ട് 2 ദിവസമായി. സഖാക്കൾ ആരും ഉത്തരം പറഞ്ഞു കണ്ടില്ല. രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ വീടിൻ്റെ കണക്ക് ചോദിച്ചാൽ ഒരു മാന്യതയുണ്ട് സഖാക്കളെ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം അവസാന നിമിഷങ്ങളിൽ ഇലക്ഷനോട് അടുക്കുന്ന സമയത്ത് കൊണ്ടിട്ട് കൊടുത്തിട്ടുള്ള തീപ്പന്തങ്ങളെന്ന് പറഞ്ഞാൽ. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ശോഭാ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ ഞാൻ വേറെ ആരും ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നത് ഞാനും കണ്ടില്ല. എന്തിനു പറയാം, ഷാഫി പറമ്പിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് UDF ഒരു വജ്രായുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലാണെന്ന്. പക്ഷേ അത് തെറ്റി. രാഹുൽ മാങ്കൂട്ടമാണ് UDF ഒരു വജ്രായുധം. ഷാഫി പറമ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പുള്ളി ഒരു നിലപാട് പുള്ളി എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പുള്ളി നല്ലൊരു നേതാവാണ്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുള്ളി ഒന്ന് താന്ന് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറഞ്ഞ വ്യക്തി എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി മുമ്പും പിമ്പും നോക്കത്തില്ല. ആരാണെങ്കിലും പറയേണ്ട സ്ഥലത്ത് നല്ല വ്യക്തമായിട്ടും കൃത്യമായിട്ടും പുള്ളി പറയും. അതുകൊണ്ടാണ് പുള്ളിയെ ഈ ഇലക്ഷനിൽ പലരും പേടിച്ചതും. പുള്ളി ഉണ്ടെങ്കിൽ പലരും, എനിക്ക് തോന്നുന്നു പുള്ളിയെ ഇപ്പം ഇന്ന് നമ്മളെ ഇലക്ഷൻ ഇന്ന് വോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഇലക്ഷനിൽ പങ്കെടുപ്പിക്കല്, ഈ ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. പുള്ളി പലതും ഇതുപോലെ പൊളിച്ചെടുക്കുമെന്ന് ഭയന്നിട്ട് പല ആളുകളും പുള്ളിയെ പുറത്താക്കി നിർത്തിയതാണ്. കള്ളക്കേസ് കൊണ്ടിട്ട് പെടുത്തി പുറത്താക്കി നിർത്തിയത്. പക്ഷേ അവിടെയും തെറ്റി. പുള്ളി പുറത്തിരുന്നുകൊണ്ടായിരുന്നു പുള്ളിയുടെ ഓരോ അമ്പുകളും തൊടുത്ത് വിട്ടുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, UDF ഒരു വജ്രായുധം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെന്ന്. പുള്ളി ഇനി പ്രസ്ഥാനത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രസ്ഥാനത്തിൽ ഉള്ളതിനേക്കാളും ശക്തിയോടെയാണ് പ്രസ്ഥാനത്തിൽ പുറത്ത് നിന്നുകൊണ്ട് പുള്ളി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്ന ഓരോ കാര്യങ്ങളിലെ പോയിന്റുകൾ. അപ്പം കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് പോസ്റ്റ് മാത്രമല്ല, മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു അഭിമുഖം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ വയ്ക്കാം. അപ്പോൾ പോസ്റ്റ് ഞാൻ വായിക്കാം. പാലക്കാട് മതേതര മണ്ണാണ്. പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല. പാലക്കാടിൻ്റെ ജനാധിപത്യ ബോധവും മൂല്യവും കയ്യിൽ കുറേ പണവും ഉണ്ടെങ്കിൽ അത് ആളുകൾക്ക് കൊടുത്തോളൂ. പക്ഷേ അതുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങാമെന്ന് വിചാരിക്കേണ്ട. ഈ പണത്തിന് മേലെ പാലക്കാട് പറക്കും, പിഷാരടി ജയിക്കും. ഇത് പാലക്കാടിൻ്റെ ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് പിഷാരടിക്ക് രാഹുൽ ഒരു വിജയാശംസകൾ നേരുന്നില്ല. ചിലപ്പം പാലക്കാട് നിർത്താത്തതിൻ്റെ ഒരു സങ്കടം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അവസാന ലാപ്പിൽ കൊണ്ടിട്ട് ഒരു പൊട്ടിയിൽ പൊട്ടിക്കുമെന്ന് പറയുമല്ലോ, അതാണ് ഇവിടെ കണ്ടത്. പിഷാരടിക്ക് ഒരു വിജയാശംസകൾ നേർന്നുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് രാഹുൽ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇനി ഞാൻ ആ ഒരു വീഡിയോ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ബൈറ്റ് കൂടെ ഞാൻ ഇവിടെ വെച്ചുതരാം. അതും കൂടെ ഒന്ന് കണ്ടു നോക്കേ. ഓക്കെ, കണ്ടല്ലോ. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത്, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ലെങ്കിൽ ഉറപ്പായിട്ട് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.